പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോനെ. ഞാനിവിടെ നിന്നെ വിഷമിപ്പിക്കാൻ വന്നതല്ല. അതെനിക്കറിയാം. അറിയാമെന്നോ? പക്ഷേ അതെങ്ങനെ? ഈ ചെടികൾ കാരണമാണത്. അങ്ങ് നടന്നു വന്നപ്പോൾ ഇവിടെയുള്ള ഒരു ചെടിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അമ്മ പറയാറുണ്ട്, നമ്മൾ പൂക്കളോടും ചെടികളോടും എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ തന്നെയാണ് മനുഷ്യരോടും പെരുമാറുക എന്ന്. അതിനാലാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാനല്ല, പകരം രക്ഷിക്കാനാണ് വന്നതെന്ന്. എനിക്ക് ഉടൻ തന്നെ സൈന്യാധിപനെ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കണം. യേശു, ആരായിരുന്നു അത്? അതെനിക്കറിയില്ലമ്മേ, പക്ഷെ നല്ല മനുഷ്യനായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നാ വരൂ. സെഞ്ചുറിയൻ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അങ്ങേ കണ്ടതിൽ സന്തോഷം. നമ്മൾ രാജധാനിയിലേക്ക് അയച്ച ആ സൈനികൻ നമുക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. ഇത് രക്തം കൊണ്ട് എഴുതിയതാണ്. അതെ. അങ്ങ് എത്രയും വേഗം രാജധാനിയിൽ എത്തിച്ചേരണം. ഞാനൊരു കാരണവശാലും രാജകുമാരന്റെ കൈകൊണ്ട് അയാൾക്കൊരു ആപത്തും സംഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യണം, ഇവിടെ നിന്ന് യേശുവിനെ ശ്രദ്ധിക്കണം. ശരി. ഞാനിപ്പോൾ ഈ നിമിഷം തന്നെ രാജധാനിയിലേക്ക് തിരിക്കുകയാണ്. ശരി, ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. അല്ല, ഇതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? അവിടുന്ന് വെറുതെ ബുദ്ധിമുട്ടി. അതിലെന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഞാൻ എന്റെ മകൾ ആശയ്ക്ക് വേണ്ടി ഉണ്ടാക്കുകയായിരുന്നു. അപ്പൊ വിചാരിച്ചു നീമയ്ക്ക് വേണ്ടി ഒന്നുണ്ടാക്കാമെന്ന്. അവളും എനിക്ക് മകളെ പോലെ തന്നെയല്ലേ? അല്ല, മകളെക്കാൾ വലുത്. രണ്ട് പെൺകുട്ടികൾ ആദ്യമായല്ലേ പാഠശാലയിൽ പോകുന്നത്? ശരി, എന്നാ ഞാൻ പോകുന്നു. അത് യേശുവിന്റെ വല്യമ്മയല്ലേ? അതെ. നീ ഒരു കാര്യം ചെയ്യൂ, അവരോട് പറയണം നാളെ പാഠശാല ആരംഭിക്കുന്നതിന് മുമ്പായി അവരുടെ മകനോടൊപ്പം വന്ന് എന്നെ കാണണമെന്ന്. എനിക്ക് അവരോട് ചില അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി. പ്രഭോ, അങ്ങയുടെ മായ ചിലപ്പോൾ പ്രകാശവും ചിലപ്പോൾ ഇരുട്ടും. അമ്മ പോയാലോ നമുക്ക്? ഇന്ന് പാഠശാലയിലെ ആദ്യ ദിവസമല്ലേ. എനിക്ക് താമസിച്ചു പോകാൻ ആഗ്രഹമില്ല. പാഠശാല ആരംഭിക്കാൻ ഇനിയും സമയമുണ്ട്. നീ വൈകാനൊന്നും പോകുന്നില്ല. ശരി അമ്മേ. അതൊക്കെ പോട്ടെ, ഈ പഴങ്ങൾ പറിക്കാൻ എന്നെ സഹായിക്ക്. വരൂ, നിൽക്ക്. ദേ, ഇത് പറിക്ക്.
ഇത് കഴിച്ചു നോക്കിയിട്ട് പറ മധുരമുണ്ടോ ഇല്ലയോ എന്ന്. നല്ല മധുരമുണ്ട്. പക്ഷെ അമ്മേ, എന്തുകൊണ്ടാണ് അമ്മ എന്നെ അത് പറിക്കാൻ സമ്മതിക്കാത്തത്? ഇപ്പൊ ഇത് കഴിച്ചു നോക്ക്, നിനക്ക് സ്വയം മനസ്സിലാകുന്നതാണ്. പക്ഷേ അമ്മേ, എങ്ങനെയാണ് അമ്മയ്ക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ഏതാണ് മധുരമുള്ളതെന്നും ഏതാണ് പുളിപ്പുള്ളതെന്നും? കാരണം കുട്ടിക്കാലത്ത് എന്റെ മാതാപിതാക്കൾ എന്നെ വസ്തുക്കൾ കണ്ട് മനസ്സിലാക്കാൻ പഠിപ്പിച്ചിരുന്നു. നോക്ക്, പാകമായ പഴങ്ങളുടെ നിറവും അവയുടെ മണവും പാകമാകാത്തവയിൽ നിന്നും എത്ര വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് നമ്മുടെ പക്കൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കേണ്ടതാണ്. നിനക്കറിയാമോ, നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകം ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ പാഠശാലയാ. ഇവിടെ എല്ലാ ചോദ്യങ്ങളുമുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുമുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ഇതല്ലേ, പഠിക്കാനായിട്ട് പാഠശാലയിൽ പോകേണ്ട ആവശ്യമില്ലെന്ന്? അല്ല മോനെ, പാഠശാലയിൽ പോകേണ്ടതും അത്ര തന്നെ അത്യാവശ്യമാണ്. കാരണം അവിടെ നിന്നാണ് നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള അറിവ് ലഭിക്കുന്നത്. നന്നായി മനസ്സിലാക്കൂ, നന്നായി പഠിക്കൂ, നന്നായി അറിവ് സമ്പാദിക്കൂ. പക്ഷെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് അത് തീരുമാനിക്കേണ്ടത് വളരെ ചിന്തിച്ചു വേണം. ഇപ്പൊ പാഠശാലയുടെ ആദ്യ ദിനത്തിൽ പങ്കെടുക്കാൻ പോകാം. വരൂ. ഇവിടെ നോക്കുമോനെ, വലിയ സൗഭാഗ്യം തന്നെയാണ് റബ്ബി ഗുരു പാഠശാല ആരംഭിക്കുന്നതിന് മുൻപായി നമ്മൾ ഇവിടേക്ക് വിളിപ്പിച്ചത്. അദ്ദേഹം ഇങ്ങോട്ട് നോക്കിയാലുടൻ തല കുമ്പിട്ട് പ്രണാമം ചെയ്യണം. മനസ്സിലായോ? ശരി അമ്മ, എനിക്കറിയാം. ഇക്കാര്യം ഇനി അമ്മ എത്ര തവണയാ പറയാൻ പോകുന്നത്? മിണ്ടാതിരിക്കും. എപ്പോഴും തർക്കത്തിന് പറഞ്ഞോണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. മനസ്സിലായോ? മിണ്ടാതെ വരൂ. പ്രണാമം ഗുരുവേ. സന്തോഷമായിരിക്കൂ, സന്തോഷമായിരിക്കൂ. വരൂ. വളരെയധികം കഴിവുകൾ കാണുന്നുണ്ട് നിങ്ങളുടെ മകനിൽ. പ്രഭോ, വളരെ നല്ലൊരു ഭാവി നിനക്കുണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഇനിയിപ്പോ അത് സംഭവ്യമല്ല. ഗുരുവേ, ഇപ്പൊ എന്റെ മകൻ അങ്ങയുടെ ശരണത്തിലല്ലേ? പിന്നെ എങ്ങനെയാണ് ഗുരു? എന്റെ ശരണത്തിലാകുമ്പോൾ ഒരടി മുന്നോട്ട് പോകും, യേശുവിന്റെ ശരണത്തിലായിരിക്കുമ്പോൾ 2 അടി പിന്നോട്ട് പോകും. അതിനാലാണ് ഞാൻ പറയുന്നത് ഇവന് നല്ല കഴിവുണ്ട്, എന്നാൽ ഭാവി ഉജ്ജ്വലമായിരിക്കില്ലെന്ന്. ഉജ്ജ്വലമാകില്ല. യേശു കാരണം. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഗുരു. യേശു തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഓ, പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇവൻ ഉണ്ടാക്കിയിട്ടുള്ളത്? അവൻ ജനിച്ചത് മുതൽ ഒരു ദിവസം പോലും സമാധാനമായി ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഓ, അങ്ങ് ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ മകൻ കഴിവുള്ളവനാണെന്ന്? എന്നാൽ ഇവന് യാതൊരു വിലയുമില്ല ഗുരുവേ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും 24 മണിക്കൂറും യേശു 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 യേശുവിന്റെ പേരെ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ യേശു കാരണം എന്റെ മകന്റെ ഉജ്ജ്വലമായ ഭാവിയിൽ ഇരുട്ട് വീഴാൻ ഒരിക്കലും അനുവദിക്കില്ല ഗുരുവേ. ഞങ്ങളെ സഹായിച്ചാലും. നിങ്ങളുടെ ഈ വിഷമത്തിന്റെ അടയാളം എനിക്ക് മുമ്പ് തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും നേരത്തെ ഇവിടേക്ക് വിളിപ്പിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മകൻ എന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. പിന്നെ അവന്റെ ഭാവിക്ക് തടസ്സമാകാൻ ആർക്കും സാധിക്കില്ല. പിന്നെ ആ യേശു എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതാണ്. ശരി ശരി ഗുരു. ഒരുപാട് നന്ദിയുണ്ട് ഗുരു. ഞാൻ അങ്ങേക്ക് വാക്കു തരികയാണ്. എന്റെ മകൻ മാത്രമല്ല, ഞാനും അങ്ങ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നതാണ്. ശരി ശരി, നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ. അവൻ ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചാലും. എന്തു പറ്റി മോനെ?
കരയുന്നത് എന്തിനാ? വേണ്ട 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 വേണ്ട. ആ, നീ എന്റെ ശരണത്തിലാണ് മോനെ. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് നടക്കുന്നത്. എപ്പോൾ യേശുവിന്റെ കുടുംബത്തിലെ കുറച്ചുപേർ എന്നോടൊപ്പം ചേർന്ന് അവനെതിരായി മാറുമ്പോൾ അപ്പോഴാണ് ശരിയായ പ്രശ്നമുണ്ടാകാൻ പോകുന്നത്. വരൂ യേശു, പാഠശാലയിലെ ആദ്യത്തെ ദിവസം നിനക്ക് വളരെ വിലപ്പെട്ടതായി മാറാൻ പോവുകയാണ്. പാഠശാലയിലെ ആദ്യ ദിനം ഇന്ന് വേഗം തന്നെ ആരംഭിക്കട്ടെ. യേശു, ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, നിന്റെ അമ്മയുടെയും പിതാവിന്റെയും പിന്നെ പരമപിതാവായ ദൈവത്തിന്റെയും അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ദൈവാനുഗ്രഹത്താൽ നിന്റെ ആദ്യത്തെ പാഠശാലയിലെ ആദ്യത്തെ ദിവസം ഇന്നും ഓർമ്മിക്കപ്പെടുന്നതായി മാറട്ടെ. പോയി വരൂ. ചെല്ലു. യേശു, വേഗം അകത്തേക്ക് വരൂ. ഞാൻ എന്താണ് കണ്ടത് അത് നീ കണ്ടാൽ നീയും അത്ഭുതപ്പെട്ടു പോവും. വരൂ വരൂ, വേഗം വാ. അത് നോക്കൂ, കണ്ടില്ലേ ഒരു പുതിയ അത്ഭുതം? ഇത് ജ്യേഷ്ഠനല്ലേ? എന്ത് അത്ഭുതം നടന്നെന്നാ നീ ഇപ്പൊ പറഞ്ഞത്? ജ്യേഷ്ഠൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്ഭുതം തന്നെയല്ലേ യേശു ജ്യേഷ്ഠ? ഇതിനു മുമ്പ് ജ്യേഷ്ഠൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതെ, ഇന്ന് ജ്യേഷ്ഠൻ എന്നോട് സഹായം ചോദിച്ചിട്ടേ ഇല്ല. ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. എന്തോ പ്രശ്നമുണ്ട് യേശു. നല്ല ഉപദേശമാ അമ്മ തന്നത്. മോനെ, റബ്ബേ ഗുരുവിന്റെ സേവ ചെയ്താല് മോന് നല്ലതേ വരത്തുള്ളൂ. ഇതൊന്നും നല്ലതല്ല. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കൂ. റബ്ബേ ഗുരുജി എന്നെ വെറുതെ വിടില്ല. വിഷമിക്കാതിരിക്കെ ജ്യേഷ്ഠ, ഇതൊക്കെ വൃത്തിയാക്കാൻ ഞാൻ അങ്ങ് എന്തായാലും സഹായിക്കാം. യേശു, ഇതെങ്ങനെ സംഭവിച്ചു? അഥവാ ഞാൻ ഗുരുവിനോട് ഇത് ജ്യേഷ്ഠനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന് ഗുരുവിൽ നിന്നും വല്യമ്മയിൽ നിന്നും രണ്ടുപേരിൽ നിന്നും വഴക്ക് കിട്ടും. ഇങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞത്? ഉത്തരം പറയൂ, ഇതെങ്ങനെ സംഭവിച്ചു? പറയാൻ. എന്നോട് ക്ഷമിച്ചാലും ഗുരുജി, തെറ്റ് പറ്റിപ്പോയി. ജ്യേഷ്ഠൻ കാരണം യേശു ജ്യേഷ്ഠൻ വഴക്ക് കേൾക്കുകയാ. എന്താ പറയാത്തത് തെറ്റ് ജ്യേഷ്ഠന്റെയാണെന്ന്? അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ യേശുവിനോട് അവിടെയൊക്കെ വൃത്തിയാക്കാൻ. അവൻ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ റബ്ബേ ഗുരുവിന് മനസ്സിലാവില്ലായിരുന്നു അത് താഴെയിട്ടത് ആരാണെന്ന്. ശരിയല്ലേ? അച്ഛാ, യേശു തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ എനിക്ക് ശേഷമല്ലേ ഇവിടേക്ക് വന്നത്? പിന്നെ നിനക്കെങ്ങനെ അറിയാം തെറ്റ് യേശുവിന്റേതല്ലെന്ന്? അത് പിന്നെ അച്ഛ, പാഠശാലയിൽ ഞാൻ അച്ഛനല്ല, ഗുരുവാണ്. അഥവാ ഞാൻ പാഠശാലയിൽ പെൺകുട്ടികൾക്ക് വരാൻ അനുവാദം നൽകി എന്ന് വെച്ച് അതിന്റെ അർത്ഥം ഇതല്ല.
പാഠശാലയിൽ എന്റെ നിയമങ്ങളെ അനുസരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകൂ. അപ്പോ യേശു, നീ എന്താണോ ചെയ്തത്, നിനക്കതിനുള്ള ശിക്ഷയും ലഭിക്കും. തരൂ, ആ കടലാസ് എടുക്കൂ. ആ കടലാസ് എടുക്കാൻ. അത് തലയ്ക്ക് മുകളിൽ പിടിക്ക്. ഇങ്ങനെ ഉയർത്തിപ്പിടിക്ക്. പോയി ആ മൂലയിൽ ചെന്ന് നിൽക്ക്. അഥവാ ഈ കടലാസ് നിന്റെ തലയിൽ നിന്നും താഴെ വീണാൽ ഗ്രാമമധ്യത്തിൽ കൊണ്ടുപോയി നിർത്തും ഞാൻ. കാരണം എല്ലാ ഗ്രാമവാസികളും കാണണം നീ ഈ പാഠശാലയിൽ എന്താണ് ചെയ്യുന്നത് എന്ന്. ചെല്ല്, ചെല്ല്. തമാശയൊക്കെ കഴിഞ്ഞു, ഇനി പാഠം ആരംഭിക്കാം. ഈ യേശു ഉണ്ടല്ലോ, എപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ ബലം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാക്കുകയാണ്. ഇത് മറ്റാരുമല്ല, ഇതെന്റെ യേശു ജ്യേഷ്ഠനാണ്. യാക്കൂബ്, നോക്കിക്കോ, ജ്യേഷ്ഠൻ എല്ലാം ശരിയാക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും കുറ്റം ചെയ്താൽ അവർക്ക് ഈ വടി കൊണ്ടാവും ഉത്തരം നൽകുക. ഈ വടി കൊണ്ട്. എല്ലാവരും പഠിക്കാൻ തയ്യാറായിക്കോളൂ. കുറെ നാൾക്ക് ശേഷം മരണത്തിന്റെ താണ്ഡവം കാണാൻ സാധിക്കും. ചെയ്യുന്ന കൈ നിന്റേതായിരിക്കും, പക്ഷെ ഇവരെ കൊല്ലുന്നത് ഞാനായിരിക്കും. ഇവരോട് യാതൊരു ദയയും വേണ്ട. കാരണം ഈ കുട്ടികൾ എല്ലാവരും തന്നെ മരിക്കാൻ അർഹരായവർ തന്നെയാണ്. ഈ കുട്ടികൾ എല്ലാവരും തന്നെ മരിക്കാൻ അർഹരായവർ തന്നെയാണ്. ഞങ്ങളെ കൊല്ലരുതേ, ഞങ്ങളെ രക്ഷിച്ചാലും. ഞങ്ങളെ കൊല്ലരുതേ, ഞങ്ങളെ രക്ഷിച്ചാലും. രക്തപ്പുഴ ഒഴുകുന്നതാണ്. ഈ കുട്ടികളുടെ നിലവിളിയാകുന്ന സംഗീതം എന്റെ കാതുകളിൽ കേൾക്കും. വളരെ രസകരമായിരിക്കും. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല.